പുനരധിവാസ പട്ടികയിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി വയനാട് കളക്ടറേറ്റ് ഉപരോധിച്ച് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർ. ഉച്ചയ്ക്ക് ശേഷം റവന്യൂ മന്ത്രി കെ രാജനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് പ്രകടനമായാണ് ദുരന്തബാധിതർ എത്തിയത്. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധം. റേഷൻ കാർഡും ആധാറും അടക്കമുള്ള രേഖകൾ സർക്കാരിന് തിരിച്ചേൽപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചായിരുന്നു സമരം. എന്റെ കുടുംബം മൊത്തം പോയി. എന്റെ ഭർത്താവിന്റെ ചേട്ടന്മാരും അവരെ മക്കളൊക്കെ വെള്ളത്തിൽ പോയി. എന്റെ വാപ്പാന്റെ പെങ്ങളും മക്കളൊക്കെ പോയി. ഞാനും പോണ്ടതാ. അന്ന് ആ രാത്രി സ്കൂൾ റോഡിൽ നിന്ന് പേരക്കുട്ടി ഇവിടെ കൊടുന്നിട്ടതിനെ കൊണ്ട് ഞാൻ കഴിച്ചിലായി. പക്ഷെ അന്ന് മുതൽ ഞങ്ങള് 6-7 എണ്ണം ഞെങ്ങി ഞെരിഞ്ഞൊരു വീട്ടിലാ. സാറിനറിയോ? നിങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ നല്ല വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞങ്ങളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും സാറേ. കളക്ടറേറ്റിലെത്തിയ മന്ത്രി കെ രാജനുമായി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നടത്തിയ ചർച്ച വിജയം കണ്ടതോടെ ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ട പ്രതിഷേധം അവസാനിപ്പിക്കാൻ ദുരന്തബാധിതർ തയ്യാറായി. ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 1 രൂപ തരണ്ട, കേരള സർക്കാർ 1 രൂപ തരണ്ട, പഞ്ചായത്ത് 1 രൂപ തരണ്ട, ഒരാളുടെയും നികുതി പണം വേണ്ട. ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണത്തിൽ നിന്ന് പകുതി പണം ചെലവാക്കിയാൽ ഞങ്ങളുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കാൻ പറ്റും. ഞങ്ങൾക്ക് വേണ്ടി പിരിച്ചെടുത്തിട്ട് ഒരു ഇടനിലക്കാരനായി നിന്നിട്ട് ഞങ്ങളെ പറ്റിക്കരുത് എന്ന സർക്കാരോട് പറയാനുള്ളത്. പുനരധിവാസ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി. ചൂരൽമല ടൗൺ പുനർനിർമ്മിക്കുമെന്നും പ്രഖ്യാപനം. ഈ ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും പ്രയാസത്തോടെ പറയുന്ന ഒരു പ്രശ്നം ദുരന്തബാധിത ലിസ്റ്റിന്റെ ഒരു വിഷയമാണ്. അതിലേക്കായിരിക്കും നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധ. ഇപ്പോൾ ഈ ഫേസ് 1ഉം ഫേസ് 2ഉം ഫേസ് 2ബിയും വീട് നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസമാണ്. അല്ലാതെ വരുന്ന ഉപജീവനത്തിൻ്റെ പുനരധിവാസമാണ് മൈക്രോ പ്ലാനിലുള്ള ദുരന്തബാധിതരുടെ ലിസ്റ്റ്. കടം എഴുതിത്തള്ളുന്നവരുടെ നടപടിയാണ് കടമെഴുതിത്തള്ളലുമായിട്ടുള്ള ദുരന്തബാധിതരുടെ ലിസ്റ്റ്. മുണ്ടക്കൈ ചൂരൽമല ജനകീയ സമിതി ഭാരവാഹികളും റവന്യൂ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. 24 വയനാട്.